ഉൽപ്പത്തി പുസ്തകം അതിന്റെ 24-ാം അധ്യായം. അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. അപ്പോൾ ആദ്യം പറയുന്നത് തന്നെ അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി. നമ്മളെല്ലാവരും പലരും പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് പ്രായമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രയാസപ്പെടുന്ന ഈ തലയൊക്കെ നരയ്ക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് പ്രായമായല്ലോ എന്നൊരു ചിന്ത പെട്ടെന്ന് ആളുകൾക്കുണ്ടാകും. പ്രായമായല്ലോ. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്ക് മുടി നരയ്ക്കുന്നുണ്ട്, ജെല്ല് കുത്തി വാരി തേക്കുന്നവർക്ക് നേരത്തെ മുടി നരയ്ക്കും. പക്ഷേ പ്രായമാകുന്നു പറയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നടക്കുവാൻ ബുദ്ധിമുട്ട്, ഓടുവാൻ ബുദ്ധിമുട്ട്, കയറ്റം കയറുവാൻ ബുദ്ധിമുട്ട്, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും തോന്നും. പക്ഷേ പ്രായത്തിന്റെ അവസ്ഥ, വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. സത്യത്തിൽ ആ സമയത്ത് ആരോഗ്യവും കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. അത്യാവശ്യം ജീവിക്കാനുള്ള സമ്പാദ്യത്തിന് ഇട്ടതിന് ശേഷമുള്ള വാർദ്ധക്യമാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. കാരണം ഭാരപ്പെടാതെ അവിടെയൊക്കെ വണ്ടിയൊക്കെ ഓടിച്ചു നടന്ന് നല്ല ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിച്ച് നമുക്ക് മക്കളെയും കൊച്ചുമക്കളെയും നോക്കി ഇടയ്ക്ക് ഒരു ഹോളിഡേ ഒക്കെ പോയി ജീവിക്കാൻ സുഖമാണ്. അത് മാത്രമല്ല, കർത്താവ് ചെയ്ത കാര്യങ്ങളെ അവിടുന്ന് നന്ദി പറയുവാൻ, പലയിടത്തും പോയി നന്ദി പറയുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ പറ്റുന്നൊരു സമയമാണ്. അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജീവിതത്തിൽ ചെയ്തു പോയ കുറ്റങ്ങളും കുറവുകളും ഓർത്ത് കർത്താവിന് ക്ഷമ ചോദിക്കുവാനും കർത്താവിന് അടുക്കാൻ പറ്റിയൊരു സമയമാണ് വാർദ്ധക്യം. അതുകൊണ്ട് വാർദ്ധക്യത്തിൽ ആകുമല്ലോ എന്നോർത്താരും ഭാരപ്പെടേണ്ട. വാർദ്ധക്യം നല്ലതാണ്. കർത്താവ് അനുഗ്രഹമാണ് വാർദ്ധക്യം. അപ്പോൾ ഇവിടെ പറയുന്നു അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി. അബ്രഹാമിന്റെ ഭാര്യയായിരുന്ന സാറ മരിച്ചത് 127-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ അബ്രഹാമിന് 137 വയസ്സ് പ്രായമുണ്ട്. ഇത് അബ്രഹാം വയസ്സ് ചെയ്യുന്ന അവൻ വൃദ്ധനായെന്ന് പറയുമ്പോൾ ഏകദേശം അബ്രഹാമിന് 140 വയസ്സ് പ്രായമായി. അപ്പോ നമ്മുടെ ഇസഹാക്കിനും ഏകദേശം 40 വയസ്സ് പ്രായമായ സമയമാണിത്. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. അപ്പം അബ്രഹാമിന് അനുഗ്രഹമില്ലാത്ത മേഖലകളില്ലായിരുന്നു. അവനെ സകലത്തിലും അനുഗ്രഹിച്ചു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം. വീടിന് വീട്, വണ്ടിക്ക് വണ്ടി, ആരോഗ്യത്തിന് ആരോഗ്യം, മക്കൾക്ക് മക്കൾ, സമ്പത്തിന് സമ്പത്ത്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിന് നല്ല ബന്ധം, ഏത് ആഹാരവും കഴിക്കാം. ഒന്ന് ഓർത്ത് നോക്കിക്കേ, എല്ലാ രീതിയിലും സമ്പന്നരായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതം. 5 പൈസ ഒരു കടമില്ല, ഒരു കടവുമില്ല. കടങ്ങളൊക്കെ അടച്ചു തീർത്ത് ആൾക്കാരെ അത്യാവശ്യം ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ജീവിതമാകുമ്പോൾ സത്യത്തിൽ വാർദ്ധക്യം നല്ലതായിരിക്കും. അപ്പോൾ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞത്, അബ്രഹാം വയസ്സ് എന്ന വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. ഈ 90-ാമത്തെ വയസ്സിലും 99-ാമത്തെ വയസ്സിലും അബ്രഹാം വൃദ്ധനായി എന്നൊരിടത്ത് എഴുതിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അബ്രഹാം വയസ്സ് എന്ന വൃദ്ധനായി. അപ്പോൾ ഏകദേശം അബ്രഹാമിന് 140 വയസ്സായ സമയമാണ്. 140 വയസ്സ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, 140 വയസ്സുള്ള ഈ അബ്രഹാമിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. എന്തൊരു രസകരമായ കാര്യമായി, എന്തുമാത്രം ഹിസ്റ്ററി ആയിരിക്കും അബ്രഹാമിന് പറയാനുള്ളത്. എന്നിട്ട് പറയുന്നു, ഒന്നാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും തമ്മിൽ ഒരു ഭയങ്കര വ്യത്യാസമുണ്ട്. 1-ാമത്തെ വാക്യം ഒരു ഇൻട്രൊഡക്ഷനാണ്. ഈ അധ്യായത്തിന്റെ ഇൻട്രൊഡക്ഷനാണ് 1-ാമത്തെ വാക്യം. കാരണം അബ്രഹാം പ്രായം ചെന്ന് വൃദ്ധനായി എന്ന് പറയുമ്പോൾ അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. അബ്രഹാം വൃദ്ധനായതുകൊണ്ട് അബ്രഹാമിന് ചില കാര്യങ്ങൾ തീരുമാനിക്കുവാനുണ്ടായിരുന്നു, ചെയ്യുവാനുണ്ടായിരുന്നു. അബ്രഹാമിന് ദൈവം എല്ലാത്തിനും അനുഗ്രഹിച്ചിരുന്നു. നമ്മൾ പലപ്പോഴും കഥകളൊക്കെ കേൾക്കാറുണ്ട്. പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് പ്രായമായി കഴിഞ്ഞപ്പോൾ രാജാവ് രാജഭാരങ്ങൾ മകനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്നത് ഇത് തന്നെയാണ്. ആദ്യത്തെ ഇൻട്രൊഡക്ഷനാണ്, ഫസ്റ്റ് ലൈൻ ഇൻട്രൊഡക്ഷനാണ്. ഈ അധ്യായത്തിന്റെ ഇൻട്രൊഡക്ഷനാണ്. അബ്രഹാം വയസ്സ് എന്ന വൃദ്ധനായി. അപ്പൊ അടുത്ത് തന്നെ പരിപാടി, വൃദ്ധനായല്ലോ. അപ്പോഴോ യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. അപ്പോൾ അബ്രഹാമിന്റെ സമയം കഴിയുക, അബ്രഹാമിന്റെ സമയം കഴിയാറായത് കൊണ്ടാണ് അവിടെ ആ ഇൻട്രൊഡക്ഷൻ വന്നത്. അബ്രഹാം വയസ്സ് എന്ന വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. തന്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത്, നിന്റെ കൈ എന്റെ തുടയിൻ കീഴിൽ വെക്കുക. കാരണം ഇവിടെ പറയുന്നു തന്റെ വീട്ടിൽ മൂപ്പൻ. അപ്പൊ ഈ വിശ്വാസികളുടെ ഇടയ്ക്ക് വലിയൊരു കാര്യമുണ്ട് കേട്ടോ, മൂപ്പൻ എന്ന് പറയുമ്പോൾ.
തല നരച്ചവരെ മാത്രമേ നമ്മൾ മൂപ്പൻ എന്ന് വിളിക്കത്തുള്ളൂ, മൂപ്പൻ. പക്ഷെ യഥാർത്ഥത്തിൽ മൂപ്പൻ അങ്ങനല്ല. മൂപ്പന് പല അർത്ഥങ്ങളുണ്ട്. എൽഡർ എന്നാണ് അർത്ഥം. മൂപ്പൻ എൽഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തല നരയ്ക്കണമെന്നല്ല നിയമം. ഉദാഹരണം ഞാൻ ഒരു കാര്യം, ഒരു സഭയിൽ മൂപ്പൻ എന്ന് പറഞ്ഞു. മൂപ്പൻ 20 വയസ്സുള്ള ഒരാൾക്ക് മൂപ്പനാകാൻ സാധിക്കും. അതെങ്ങനെയാണ്? അവിടെയാണ് രസകരമായ കാര്യം. ഒരുവൻ ഒരു സ്ഥലത്ത് ചെന്ന് വിശ്വാസം പ്രസംഗിച്ചു, വിശ്വാസം പറഞ്ഞു. അപ്പോൾ വിശ്വാസം പറഞ്ഞപ്പോൾ അവിടെ ഇവരുടെ കൂടെ ഒരു വിശ്വാസിയുണ്ട്. ആ വിശ്വാസിക്ക് 18 വയസ്സേ ഉള്ളൂ, അല്ലെങ്കിൽ 20 വയസ്സായി. 20 വയസ്സായി ഇവര് ഒരുമിച്ച് പോയി സുവിശേഷം പറയാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒത്തിരി പേര് വിശ്വാസി വന്നു. 80-90 വയസ്സുള്ള അപ്പച്ചന്മാര് 95 വയസ്സുള്ള വിശ്വാസി വന്നു. ഉടനെ വിശ്വാസി വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ 90 വയസ്സുള്ള അപ്പച്ചന്റെ തല നരച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ മൂപ്പനാക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം അവിടെയാണ് ആളുകൾക്ക് തെറ്റ് വരുന്നത്. തല നരച്ചാൽ അപ്പോഴേ മൂപ്പനാകുക. ഇന്നത്തെ കാലത്ത് പിന്നെ തല ഡൈ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് മൂപ്പനാണോ എന്ന് അറിയാൻ പറ്റത്തില്ല. എങ്കിലും ആളുകൾ ഉടനെ തല നരച്ചു, ഞാൻ മൂപ്പന. അങ്ങനല്ല മൂപ്പനാകുന്നത്. മൂപ്പനാകണമെന്നുണ്ടെങ്കിൽ അവൻ കുടുംബത്തുള്ളവനാണെങ്കിൽ കുടുംബത്തെ നന്നായിട്ട് നടത്തുന്നവനായിരിക്കണം, സാക്ഷ്യം തികഞ്ഞവനായിരിക്കണം, പുതിയ വിശ്വാസിയാകരുത്, മദ്യത്തിന് അടിമയാകരുത്, എടുത്തിയാട്ടക്കാരനാകരുത്. അങ്ങനെ മൂപ്പിനെ കുറിച്ച് ക്വാളിറ്റികളുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ വാക്യത്തെ കാണുന്നു, തന്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെ വിചാരകനുമായ ദാസനോട്. ഇപ്പൊ നമ്മൾ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഇത് എല്ലാവരും പറയുന്ന കാര്യമുണ്ട്. ഇത് ആരാന്നാ പറയുന്നേ? എലയാസർ. ഏലിയാസാന്നാ പറയുന്നത്, എല്ലാവരും പറയുന്നത്. പക്ഷെ എവിടെയെങ്കിലും ബൈബിളിൽ, പഴയ നിയമത്തിൽ എവിടെയെങ്കിലും ഇത് ഏലിയാസറാന്ന് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടില്ല. പിന്നെ നമ്മൾ എങ്ങനെ ഇത് ഏലിയാസറാന്ന് പറയുന്നത്? അപ്പോ ഇത് ഏലിയാസർ ആണെന്ന് വെച്ചാൽ ഏലിയാസർ തന്നെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആൾ ഏലിയാസർ തന്നെയാണ്. കാരണം ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ കാണുന്നത് കൊണ്ടാണ് നമ്മൾ ഏലിയാസർ ആണ് എന്ന് പറയുന്നത്. കാരണം തന്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെ വിചാരകനും. അപ്പോ നമ്മൾ 15-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ പറയുന്നു, 2-ാം വാക്യത്തിൽ, കർത്താവേ നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമ്മേശേക്കുകാരനായ ഏലിയാസർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്ന് അബ്രഹാം പറഞ്ഞു. ആ വാക്യത്തിൽ നിന്നാണ് സത്യത്തിൽ ഇത് ഏലിയാസർ തന്നെ ആയിരിക്കും എന്ന് പറയുന്നത്. 1. 2, ഏലിയാസർ വർഷങ്ങളായിട്ട് അബ്രഹാമിന്റെ കൂടെയുള്ള ആളാണ്. അബ്രഹാം അത് മാത്രമല്ല, ഏലിയാസർ ഒരിക്കലും ചരിത്രം പഠിച്ചു നോക്കിയാൽ ഏലിയാസർ ഒരിക്കലും അബ്രഹാം വരുന്ന വഴിക്ക് പിടിച്ചോണ്ട് വന്ന ഒരുത്തനല്ല. അബ്രഹാം പണ്ട് ഊര് വിട്ടു പോരുന്നതിന് മുമ്പ് തന്നെ അവിടെ ജനിച്ച ഒരുവനായിരുന്നു ഏലിയാസർ. ആ വീട്ടിൽ ജനിച്ച ഒരുത്തനാണ് ഏലിയാസർ. അപ്പം ഹാരാനിൽ വെച്ച് തന്നെ, തന്റെ വീട്ടിൽ വെച്ച്, കൂടാരത്തിൽ വെച്ചെന്നല്ല, മരുപ്രയണത്തിൽ വെച്ചെന്നല്ല, ഞാൻ പിടിച്ചോണ്ട് വന്നു എന്നല്ല അബ്രഹാം പറഞ്ഞിരിക്കുന്നത്. എന്റെ വീട്ടിൽ ജനിച്ച അവൻ തന്നെ എന്റെ അവകാശിയാകുമല്ലോ. അങ്ങനെ അപ്രായമുള്ളവനാണ് ഏലിയാസർ. അപ്പോൾ അബ്രഹാം യാത്ര ചെയ്യ തുടങ്ങിയപ്പോൾ 75 വയസ്സായി. ഏകദേശം 75 വയസ്സിലാണ് അബ്രഹാം യാത്ര തുടങ്ങുന്നത്. അന്നത്തെ കാലത്ത് ഏലിയാസറിന് 20 വയസ്സ് പ്രായമുണ്ടെന്ന് വെക്കുക. ഇപ്പോൾ അബ്രഹാമിന് 140 വയസ്സായി. അപ്പൊ അന്നത്തെ കാലത്ത് ഏലിയാസറിന് 20 വയസ്സ് പ്രായമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ കൂട്ടു നോക്കി 85, 95, 105, 15, 25, 35, 45, ഏകദേശം 65, ഏകദേശം 80-85 വയസ്സുള്ള വ്യക്തിയാണ് ഏലിയാസർ. 80 വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരു വ്യക്തി. അപ്പോൾ പ്രായം കൊണ്ട് അദ്ദേഹം മൂപ്പനാണ്. ഇവിടെ 1 മൂത്തു കേട്ടോ, അങ്ങനെ നോക്കിയ. 2, ഇദ്ദേഹം ക്വാളിറ്റി കൊണ്ട് മൂപ്പനാണ്. കാരണം അബ്രഹാം ഇറങ്ങിപ്പോരുമ്പോൾ അബ്രഹാം പറയുന്നുണ്ട്, ഇവനാണ് കാര്യസ്ഥൻ, ഇവനെ ഏൽപ്പിക്കാൻ പോവാ. അങ്ങനെ ഒരു മൂപ്പനാണ്. 3, നല്ല സാക്ഷ്യമുള്ളവനാണ്. അബ്രഹാം പരിപൂർണമായി വിശ്വസിക്കുന്നവനാണ്. കാര്യങ്ങൾ ഏൽപ്പിച്ചു വിടുവാൻ കഴിവുള്ളവനാണ്. അങ്ങനെ എല്ലാ രീതിയിലും അബ്രഹാം വിശ്വസ്തൻ എന്ന് കണ്ടവനായിരുന്നു ഏലിയാസർ. നമ്മളെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ വിശ്വസ്തരായിരിക്കണം, നമ്മളെ ഏൽപ്പിക്കുവാൻ സാധിക്കണം, അവൻ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിക്കുവാൻ സാധിക്കണം. അത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മക്കളെ നമ്മൾ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടുകയാണെങ്കിൽ ശരിക്ക് വിശ്വസിക്കാവുന്ന ഒരാളുടെ കൂടെ അല്ല നമ്മൾ ഒരിടത്തും വിടത്തില്ല. മക്കളെ പേടിക്കും. വേറൊന്നും കൊണ്ടുമല്ല, റോഡ് കുറുകെ ചാടിയാൽ പോലും പിടിക്കാൻ കൂടെ വിൽക്കണ്ടേ, അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കും. ഇതുപോലെ ഇപ്പോൾ അബ്രഹാം തന്റെ മകന്റെ കാര്യത്തിന് വേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, അത് മകന് ഭാര്യ എടുക്കാൻ വേണ്ടി.
ഇപ്പൊ ഏലിയാസർ ഒരു മോശം വ്യക്തിയാണെങ്കിൽ ഏലിയാസർ പറയാം, എന്റെ അബ്രഹാമെ എന്തിനാ കഷ്ടപ്പെടുന്നത്? നീ ഇവിടെ തന്നെ, എന്റെ മക്കളൊക്കെ വളർന്നു വന്നിട്ടില്ലേ, ഇവിടെ തന്നെ ഉള്ള ഒരു മകളെ അങ്ങ് എടുത്താൽ പോരെ, ഇത്രയും കഷ്ടപ്പെട്ട് ഭാരപ്പെട്ട് നീ പുറത്തു പോയി ഒരു കൊച്ചിനെ തപ്പേണ്ട ആവശ്യമുണ്ടോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ അത് പറയുന്നില്ല. ഇവിടെ ഏലിയാസറിനെ അബ്രഹാം വിളിച്ചു, തന്റെ വീട്ടിൽ മൂപ്പരും തനിക്കുള്ളതിനൊക്കെയും വിചാരകൻ. അപ്പോൾ അബ്രഹാമിനുള്ള സർവ്വകാര്യങ്ങൾക്കും വിചാരകൻ ആരാണ്? ഏലിയാസർ. ഏലിയാസറിനെ കണ്ണടച്ചേൽപ്പിച്ചിരിക്കുക. ഇത് തന്നെയാണ് പൊത്തിഫേറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ പൊത്തിഫേർ യോസഫിനെ സർവ്വകാര്യങ്ങളുടെ മേലനോട്ടക്കാരനാക്കി മാറ്റി. ഇവിടെ വിചാരമദാസനോട് അബ്രഹാം പറഞ്ഞത്, നിന്റെ കൈ എന്റെ തുടയിൻ കീഴിൽ വെക്കുക. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇവിടെ പറയുന്നത് എന്തുവാണ് പറയുന്നത്? നിന്റെ കൈ എന്റെ തുടയിൻ കീഴിൽ വെക്കുക. എന്തിനാണ് തുടയിൻ കീഴിൽ വെക്കാൻ പറയുന്നത്? ഈ നമ്മൾ പല രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. തുടയിൻ കീഴിൽ വെക്കാൻ പറയുമ്പോൾ പലയിടത്തും പല രീതിയിലാണ് പറയുന്നത്. ചിലർ പറയുന്നു നമ്മുടെ തുടയുടെ അടിയിൽ തന്നെയാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു നമ്മുടെ വയറിന്റെ സൈഡിലാണെന്ന് പറയുന്നു. അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ തുടയിൻ കീഴിൽ വെക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരു സ്ഥലത്ത് നിന്റെ കടിപ്രദേശത്ത് എന്ന് പറയുന്നുണ്ട്. കടിപ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും സംശയമുണ്ട്, കടിപ്രദേശം എന്നതാണ്. നമ്മുടെ അവസാനത്തെ വാരിയെല്ലിനും അരയ്ക്കും മീടെയുള്ള ഭാഗം, പുറകോട്ട് മാറിയുള്ള ഭാഗം, അത് അവിടെയാണ് സത്യം കടിപ്രദേശം എന്ന് പറയുന്നത്. കാരണം റീപ്രൊഡക്ഷൻ ആവശ്യമായിരിക്കുന്ന നമ്മുടെ ഓർഗൻസ് സിറ്റുവേഷൻ ചെയ്യുന്ന സ്ഥലം, അതാണ് കടിപ്രദേശം. എന്ന് പറയുന്നത്. ചിലപ്പം നമുക്ക് ലോയിൻസ് എന്ന് വേണേൽ പറയാം. അപ്പം അങ്ങനെ ഒരു സ്ഥലം അവിടെ ആയിരിക്കാം കൈവച്ചത് എന്ന് പറയുന്നു. അല്ല എങ്കിൽ തുടയ്ക്കടിയിൽ തന്നെ ആയിരിക്കാം. തുടയ്ക്കടിയിലാണെങ്കിൽ അവൻ പറയുന്നത്, ഇത് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ അധികാരിയാണെങ്കിലും ആ അധികാരത്തെ ഞാൻ നിനക്ക് സറണ്ടർ ചെയ്തുകൊണ്ട് ഞാൻ നിനക്ക് വിശ്വസ്തനായിരിക്കും എന്ന് പറയുവാൻ വേണ്ടിയാണ് അത് പറയുന്നത്. അപ്പം ഈ ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായം 29-ാം വാക്യത്തിലും പറയുന്നുണ്ട്, യാക്കോബ് പറയുന്നുണ്ട് യോസഫിനോട്, നീ എന്റെ അസ്ഥിയെ ഇവിടെ ഇടരുത്, എന്റെ അസ്ഥി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകണം എന്നും പറഞ്ഞിട്ട് യോസഫിനോട് തുടയ്ക്കടിയിൽ കൈവച്ച് സത്യം ചെയ്യുവാൻ പറയുന്നുണ്ട്. അപ്പോ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. അന്നത്തെ കാലത്ത് ഒരു ട്രഡീഷൻ ആയിരുന്നു ഈ തുടയ്ക്കടി കൈവച്ച് സത്യം ചെയ്യുക എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ചിലർ പറയും മക്കളെ തൊട്ട് സത്യം ചെയ്യാമെന്ന്, അല്ലേ? മക്കളെ തൊട്ട് സത്യം ചെയ്യാമെന്ന്. അപ്പം ചിലർ പറയും ബൈബിളെ തൊട്ട് സത്യം ചെയ്യാമെന്ന്. ചിലർ പറയും ഞാൻ എന്നെ തന്നെ തൊട്ട് സത്യം ചെയ്യാമെന്ന്. പലരും പല രീതിയിൽ സത്യം ചെയ്യാറുണ്ട്. എന്നാൽ ഇന്ന് അവിടെ അന്നത്തെ കാലത്ത് ഒരാൾ മറ്റുള്ളവരുടെ സത്യം ചെയ്യുമ്പോൾ തുടയ്ക്കടിയിൽ കൈവെക്കുക, നിന്റെ കൈ എന്റെ തുടയിൻ കീഴിൽ വെക്കുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു സത്യം ചെയ്തു കഴിഞ്ഞാൽ ആ സത്യം ഒരു കവനന്റ് ആണ്. ആ സത്യത്തിൽ നിന്ന് ആ വ്യക്തിക്ക് മാറിപ്പോകാൻ സാധിക്കത്തില്ല. നമ്മൾ ഈ ഇദ്ദേഹത്തെ കുറിച്ച് കാണുമ്പോൾ യാക്കോബും ഒരു ദൂതനും യാക്കോബായി മല്ലുപിടുത്തമുണ്ടായി. ദൂതനുമായി മല്ലുപിടുത്തം ഉണ്ടായപ്പോൾ ദൂതനെ ഇറങ്ങിപ്പോകാൻ സാധിക്കുന്നില്ലാതെ വന്നപ്പോൾ ദൂതൻ ഹി ക്യാച്ച് ഓൺ ദ ഹോളോ ഓഫ് ഹിസ് തൈ, അവന്റെ തുടയുടെ ഭാഗത്ത് പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഹിപ്പേൽ പിടിച്ചെന്ന ഹിപ്പ്. അപ്പം ഹിപ്പ് ഉടക്കി കഴിഞ്ഞപ്പോ അവന് മുടന്തായി, ഈ കാലിന്റെ ഹിപ്പ് ഊരിക്കളഞ്ഞ പോലെ ആയിപ്പോയി അവന്റെ. അപ്പം അവിടെയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തുടയെ കാണിക്കുന്ന കാര്യം, ഈ നമ്മൾ ഇങ്ങനൊരു കാണ്ടാമൃഗം, റൈനോസറസ് കാണ്ടാമൃഗം, ഇതിന്റെയൊക്കെ ശക്തി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കാലിന്റെ ശക്തി അപാര ശക്തിയാണെന്ന് പറയുന്നത്. അപ്പോൾ ശക്തിയുടെയും ബലത്തിന്റെയും റീപ്രൊഡക്ഷന്റെയും ഒക്കെയും ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിട്ടാണ് തുടയിൻ കീഴ് എന്ന് പറഞ്ഞ് പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നത് അന്നത്തെ കാലത്ത്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യം അവർ കൊടുത്തിരുന്നത് കൊണ്ടാണ് അബ്രഹാം പറഞ്ഞത്, എന്റെ തലയിലല്ല കൈവെക്കേണ്ടത്, എന്റെ തുടയിൻ കീഴിൽ കൈവെക്കണം. നീ ഇത് എന്നോടും എന്റെ തലമുറകളോടും ചെയ്യുന്നൊരു സത്യമായിരിക്കണം. ഇത് നീ എന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യമായിരിക്കണം. നീ എന്റെ അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, അതുകൊണ്ട് ആ അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നോട് പറയുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടയിൽ കൈവെക്കാൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എന്റെ മകന് ഭാര്യയെ എടുക്കാതെ,
എന്റെ ദേശത്തും എന്റെ ചാർജക്കാരുടെ അടുക്കലും ചെന്ന് എന്റെ മകനായ ഇസഹാക്കിനെ ഭാര്യ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും. നമ്മൾ ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ആ വാക്ക് ഞാൻ എടുത്തിട്ടില്ലെന്ന് പറയാൻ വേണ്ടി പറയുന്ന കാര്യമുണ്ട്. നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ കനാന്യരിൽ നിന്ന് വിവാഹം കഴിക്കരുത്, അവർ ശപിക്കപ്പെട്ടവരാണ്. കനാന്യരിൽ നിന്ന് വിവാഹം കഴിക്കരുത്. ഒരു പരിധി വരെ നമ്മൾ ഒരു വിവാഹം കഴിക്കുമ്പോൾ ആ വിവാഹം നിങ്ങൾ വിശ്വാസിയാണ് എങ്കിൽ ശക്തമായി വിശ്വാസമുള്ള ഒരു വ്യക്തിയെ തന്നെ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതല്ല എങ്കിൽ അതിനകത്ത് കോംപ്ലിക്കേഷൻസ് ഒത്തിരി ആയിരിക്കും. പിന്നെ നമ്മൾ ബൈബിൾ എവിടെ പഠിച്ചാലും അറിയാം. പലരും പറയാറുണ്ട്, എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, യോസഫ് കല്യാണം കഴിച്ചത് അങ്ങനെയല്ലല്ലോ, മോശ കല്യാണം കഴിച്ചത് അങ്ങനെയല്ലല്ലോ. ശരിയാണ്, ഞാൻ സമ്മതിച്ചു. ഇല്ല, അത് ദൈവത്തിന്റെ പ്രത്യേക നടത്തിപ്പിനാൽ നടന്ന കല്യാണങ്ങളായിരുന്നു. എന്നാൽ മറ്റുള്ള മിക്ക സ്ഥലത്തും നാം നോക്കുമ്പോഴും കാണുന്ന കാര്യങ്ങളുണ്ട്. അവരൊക്കെയും കല്യാണം കഴിച്ചത് അവരുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നും കുടുംബക്കാരുടെ ഇടയിൽ തന്നെ കല്യാണം കഴിക്കുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. കാരണം ആ ട്രഡീഷൻ നിലനിർത്തുവാൻ വേണ്ടി, ആ ബ്ലഡ് മാറിപ്പോകാതിരിക്കുവാൻ വേണ്ടി, അതുപോലെ തന്നെ കാഴ്ചപ്പാടുകൾ ഒരുപോലെ ആയിരിക്കാൻ വേണ്ടി, സ്റ്റാൻഡേർഡ് ഒരുപോലെ ആയിരിക്കാൻ വേണ്ടി, നമ്മുടെ കുടുംബത്തിന്റെ രീതികൾ ഇതാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം കുടുംബത്തിലേക്ക് വന്ന് കയറുന്നത് എന്ന് പണ്ട് മുതലേ ഒരു ആഗ്രഹമുള്ളത്. അത് പുതിയ നിയമത്തിൽ പുതുതായി തുടങ്ങിയതോ കേരളക്കാർ തുടങ്ങിയ കാര്യമൊന്നും അല്ലത്. അപ്പോ ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എന്റെ മകന് ഭാര്യ എടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പം ചുറ്റും ഉള്ള കനാന്യരുടെ കന്യകമാരിൽ നിന്ന്. അപ്പോ ഈ കനാൻ ദേശത്താണ് അബ്രഹാം താമസിക്കുന്നത് എങ്കിലും അബ്രഹാം വേറിട്ട സ്വഭാവമുള്ളവനാണ്. നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്നാണിത്. ഇതാ ജാതികളോട് ഇടകലരാത്ത ഒരു ജനം, വേറിട്ട ഒരു ജനം എന്ന് ഇസ്രായേലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയ ശപിക്കാൻ പറഞ്ഞു വിടുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, കർത്താവ് നമ്മളെ കുറിച്ചും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ വേറിട്ടൊരു ജനമായിരിക്കണം. മറ്റുള്ളവരിൽ നിന്ന് നമുക്കൊരു മാറ്റം ഉണ്ടായിരിക്കണം. ഈ മാറ്റം ഉണ്ടാകുന്നത് ആഭരണം ഊരുന്നതിലല്ല. ആഭരണം ഊരുന്നത് എനിക്ക് തീർപ്പൊന്നുമില്ല. ആഭരണം ഊരേണ്ട ആഭരണം ധൈര്യമായിട്ട് ഊരിക്കോ, അതിനകത്ത് എനിക്ക് ഒരു തീർപ്പുമില്ല. കർത്താവിന് വേണ്ടിയാണ് നിങ്ങൾ ഊരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഊരാം. അതല്ലാതെ സഭക്കാർക്ക് വേണ്ടിയോ വേറൊരു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഊരരുത്. അപ്പോ ഈ നമ്മളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വാസികളുടെ ഇടയിൽ നമുക്ക് പറ്റിയൊരു പ്രത്യേക കുഴപ്പം നമ്മളിപ്പോ എല്ലാവരും പറയുമ്പം ഈ പലരും മുസ്ലിങ്ങളെ കുറിച്ച് പറയും കണ്ടോ, അവര് ഏത് രാജ്യത്ത് ചെന്നാലും അവര് ഇടുന്ന ഉടുപ്പ് കണ്ടില്ലേ, അവരെവിടെ ചെന്നാലും അവരുടെ ഡ്രസ്സിലേ നടക്കത്തുള്ളൂ. പാകിസ്ഥാനിൽ നിന്ന് ഇംഗ്ലണ്ടിൽ വന്നവനോട് ഇവിടെ ഇംഗ്ലണ്ടിൽ കൂടെ നടക്കുമ്പോഴും അവന് ഈ ഇതൊക്കെ ധരിച്ച് വലുതായൊക്കെ ധരിച്ച് നടക്കുന്ന കാണുമ്പോൾ ഇവരൊക്കെ നടപ്പ് കണ്ടില്ലെന്ന് പറയും. നമ്മൾ യഥാർത്ഥ യഹൂദന്മാരെ നോക്ക്. യഹൂദന്മാരെങ്ങനെ നടക്കുന്നത്? ഈ ലോകത്ത് എവിടെ പോയാലും അവർക്കേതായ സ്റ്റൈലുണ്ട്. അവർക്ക് ആ സ്റ്റൈലിന് അവരൊന്നും മാറ്റം വരുത്തിയിട്ടൊന്നുമില്ല. നമ്മുടെ മലയാളികളെ നോക്ക്. കുറ്റം പറഞ്ഞാലോ കേട്ടോ, മലയാളികൾ നല്ലവർ തന്നെ, മിടുക്കർ തന്നെ. അപ്പം മലയാളികൾ വീട്ടിനകത്ത് പരിപൂർണ മലയാളിയാണ്. അവൻ മത്തി വറുത്തതേ കഴിക്കത്തുള്ളൂ, കൈരിയ ഉടുക്കത്തുള്ളൂ, തലയിൽ എണ്ണ വാരി തേക്കും, ഈ പരിപാടി എല്ലാം കാണിക്കും. പക്ഷെ അവൻ പുറത്തോട്ടിറങ്ങുമ്പോഴുണ്ടല്ലോ അവൻ സായിപ്പായിട്ട് നടക്കും. ഭയങ്കര സായിപ്പാന്നോട്ടാണ്. കളറും മാറിയിട്ടില്ല, സ്വഭാവം മാറിയിട്ടില്ല. മുടി വെട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ കടയിൽ പോയി മുടിയും വെട്ടത്തുള്ളൂ. അവൻ അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. പക്ഷെ പുറത്തിറങ്ങി നടക്കുമ്പോൾ അവൻ പറയുന്ന ഇംഗ്ലീഷും മാറി, എല്ലാം മാറി. വീട്ടിലോട്ട് കയറി വന്ന കോമഡി ഷോയിൽ കുത്തി ഇരിക്കുക. ഇതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ രീതികൾ കണ്ടിട്ട്, നമ്മളെ കാണുമ്പോൾ, നമ്മുടെ ഇടപെടലിൽ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മാറ്റമുള്ളവനാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുവാൻ തക്കതായ ഒരു ജീവിതത്തിൽ നമുക്കുണ്ടാകും. അബ്രഹാം ചെന്നവിടത്തെല്ലാം അബ്രഹാമിന് രീതി ഉണ്ടായിരുന്നത് കൊണ്ട് ആളുകൾ അബ്രഹാമിനെ മനസ്സിലാക്കുവാൻ തുടങ്ങി. അവൻ വേറിട്ടവനാണ് എന്നും. അതുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ കണ്ടത്, അബ്രഹാം ചെന്നപ്പോൾ നീ ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രിൻസ് അല്ലയോ എന്നവർ പറയുവാൻ, ലോഡ് അല്ലയോ എന്ന് പറയുവാൻ തക്കവണ്ണം അബ്രഹാമിന്റെ ജീവിതത്തിൽ അതുപോലെ മാറ്റങ്ങൾ അവർ കണ്ടു. ആ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ഇടുന്ന ഡ്രസ്സിനെ കുറിച്ചൊന്നും അല്ല, നമ്മുടെ നടത്തത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ ഇടപെടലുകളും മറ്റുള്ളവർ നമ്മളെ കുറിച്ച് മാറ്റം കാണണം. അബ്രഹാം നോക്കിയപ്പോൾ അബ്രഹാമിന്റെ കാഴ്ചപ്പാടുമായി, അബ്രഹാമിന്റെ ചിന്താഗതികളുമായി, അബ്രഹാമിന്റെ വിശ്വാസവുമായി, അബ്രഹാമിന്റെ ജീവിത രീതികളുമായി പൊരുത്തപ്പെടുന്നവരല്ല കനാന്യർ. അങ്ങനെ വന്നത് കൊണ്ട് അബ്രഹാം പറയുകയാണ്, ചുറ്റും പാർക്കുന്ന കനാന്യരിൽ നിന്ന് നീ എനിക്ക് എന്റെ മകനെ ഒരു ഭാര്യ എടുക്കരുത്. ഓർത്തു നോക്കിക്കേ,
അബ്രഹാം താമസിക്കുന്ന ദേശത്ത് നിന്ന് എടുക്കുവാൻ അല്ല അബ്രഹാം ആഗ്രഹിച്ചത്. അബ്രഹാം ആഗ്രഹിച്ചത് ഞങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയ്ക്ക്, ഞങ്ങളുടെ നാട്ടിലേക്ക്, ഞങ്ങളുടെ വീട്ടുകാരുടെ ഇടയ്ക്ക് എന്ന് അവിടുന്ന് ഒരാളെ ഞാൻ എടുക്കത്തുള്ളൂ. രൂത്തിന്റെ പുസ്തകത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. രൂത്തിന്റെ പുസ്തകത്തിൽ നവോമിയും ഭർത്താവും മക്കളോടെ പോയപ്പോൾ അവർ മോവാബി ദേശത്ത് അവിടെ ചെന്ന ഒരു കല്യാണം കഴിച്ച് അവിടെ ജീവിച്ചു. അവിടെ വെച്ച് എല്ലാം മരിച്ചുപോയി. രൂത്തിന്റെ നവോമി മാത്രം തിരിച്ചു എന്നുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ പറയുന്നു കനാന്യരുടെ കന്യാമാരിൽ നിന്ന് മകൻ എടുക്കുന്നു. പിന്നീട് നമ്മൾ ലേവ്യപുസ്തകത്തിൽ പഠിച്ചു വരും കാര്യമുണ്ട്. കനാന്യർ ശപിക്കപ്പെട്ടവരാണ്. അവരിൽ നിന്ന് ഒരു കാരണവശാലും നീ ഒരു വിവാഹത്തിനെ എടുക്കുകയോ കൊടുക്കുകയോ ചെയ്തതെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു എന്റെ ദേശത്തും എന്റെ ചാർച്ചക്കാരുടെ അടുക്കലെയാണ്. എവിടെ ചെല്ലണം? എന്റെ ദേശം, എന്റെ ചാർച്ചക്കാർ ചെന്ന് എന്റെ മകനായ ഇസ്ഹാക്കിനെ ഭാര്യ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നോട് സത്യം ചെയ്യിക്കും. അപ്പോൾ ഇവിടെ പറയുകയാണ് ഈ ഏലിയാസർ പോവുക. ഏലിയാസറിനെ പരിശുദ്ധാത്മാവിനോടാണ് സത്യം പറഞ്ഞ താരതമ്യം ചെയ്ത് പഠിക്കുക. നമ്മൾ അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കും. ഓക്കെ, ഇവിടെ പറയുകയാണ് എന്റെ ദേശത്തും എന്റെ ചാർച്ചക്കാരുടെ അടുക്കൽ ചെന്നു. അപ്പം അബ്രഹാം ഇവിടെ നിന്ന് വന്നു, അവിടേക്ക് തന്നെ പറഞ്ഞയക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? അബ്രഹാമിനറിയാം അബ്രഹാമിന്റെ കുടുംബക്കാരുടെ ഇടയിൽ നിന്ന് ആ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് തന്നെ ഒരു വ്യക്തിയെ കിട്ടണം എന്ന് അബ്രഹാം ആഗ്രഹിച്ചു. എന്റെ മകനായ ഇസ്ഹാക്കിനെ ഭാര്യ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ. അപ്പോൾ ഇവിടെ സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ എലോഹീം എന്നാ പറഞ്ഞിരിക്കുന്നത്. ദ ഗോഡ് ഹു ക്രിയേറ്റഡ് എവരിത്തിങ്. സർവശക്തനായ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൈവമായ സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ നീ എന്നോട് സത്യം ചെയ്യണം. അപ്പോൾ 5-ാം വാക്യം, ദാസൻ അവനോട് അബ്രഹാമിനോട്, പക്ഷേ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കി കൊണ്ടുപോകണമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ അവിടെ പറയുകയാ, ഈ ബൈബിളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, രസകരമായ ഒരു കാര്യം. ഒരുവൻ അപ്പനെയും അമ്മയും വിട്ട് സ്ത്രീയോട് പറ്റിച്ച്, he will leave his parents and cleave അല്ലെങ്കിൽ cleave onto his wife. cleave onto. അപ്പം അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്, അവള് വിട്ടിട്ട് പോലും നല്ല കാണുന്നേ, അവൻ വിട്ടിട്ട് പോരും. അവൻ തന്റെ അപ്പനെയും അമ്മയും വിട്ട് അവളോട് പറ്റിച്ചേരും. അവൾ അപ്പനെയും അമ്മയും വിട്ട് അവനോട് പറ്റിച്ചേരുമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ ശരിക്കും വായിച്ചത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇപ്പം ഈ ഇസ്രായേൽ ട്രഡീഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും സ്ത്രീകൾ പുരുഷന്മാർക്കല്ല സ്ത്രീധനം കൊടുത്തുകൊണ്ടിരുന്നത്. പുരുഷന്മാർ സ്ത്രീകൾക്കല്ല കൊടുത്തുകൊണ്ടിരുന്നത്. സ്ത്രീ ആയിരുന്നു ധനം. സ്ത്രീകൾക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ടുവരിക. അല്ല, സ്ത്രീ പുരുഷന് കൊടുത്തു, സ്ത്രീയും കൂടെ പോകുന്ന പരിപാടി അല്ലായിരുന്നു. അത് നമ്മുടെ ഇടയിലാണ് വന്നത്. സ്ത്രീ പുരുഷന് പൈസ കൊടുക്കുകയും വേണം, അവളെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ നാട്ടിൽ പരിപാടി ഉണ്ട്, ദത്ത് നിൽക്കുക എന്ന പരിപാടിയുണ്ട്. അതൊക്കെയും സത്യത്തെ നമ്മൾ പുറകോട്ട് പഠിച്ചു നോക്കിയാൽ, ബ്രാഹ്മണ സംസ്കാരത്തിലേക്ക് പുറകോട്ട് പഠിച്ചു നോക്കിയാൽ അത് യഹൂദ സംസ്കാരമായിട്ട് ഒത്തിരി കണക്റ്റഡ് ആയിട്ട് പലയിടത്തും കാണാൻ പറ്റും. അപ്പോ ഇവിടെ ഇതുകൊണ്ടാണ് ഈ ദാസൻ ചോദിക്കുന്നത് ഇതുകൊണ്ടാണ് ചോദിക്കുന്നത്, പക്ഷെ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിൽ അവള് പറയില്ല, ഇസ്ഹാക്ക് എന്റെ കൂടെ വന്ന് താമസിച്ചോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യും? അന്നത്തെ കാര്യത്തിൽ കാര്യം അതാ. അന്നത്തെ കാലത്തും ഇവരെ കുടുംബങ്ങൾ തമ്മിൽ കല്യാണമാണ് കൂടുതൽ നടക്കുന്നത്. കുടുംബങ്ങൾ തമ്മിലുള്ള കല്യാണം. കാരണം ഇവരുടെ സമ്പത്തും ഇവരുടെ കെട്ടുറപ്പും ഇവരുടെ ആ ബ്ലഡ് ഒന്നും പുറത്തു പോകരുതെന്ന് ആഗ്രഹിച്ചത് കുടുംബത്തിനകത്ത്, അതായത് ഓൾമോസ്റ്റ് ക്ലോസ് ഫാമിലീസ്, ഒരു 2-3 ജനറേഷൻ അപ്പുറത്തൊരു വിവാഹം പോകത്തില്ല, അതിനകത്തുള്ള സർക്കിളുകൾ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇവർ പെരുകിക്കൊണ്ടിരിക്കും. അതായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ദാസൻ പറയുകയാണ്, പക്ഷേ സ്ത്രീക്ക് എന്നോട് കൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലും ഞാൻ അവിടെ ചെന്നിട്ട് ആരാനി ചെന്നിട്ട് നിന്റെ ബന്ധുക്കാരുടെ ഇടയ്ക്ക് അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ കണ്ടുപിടിക്കുന്ന പെൺകുട്ടി പറയുക, ഞാൻ കനാൻ ദേശത്തേക്കില്ല, ഞാൻ ഇവിടെ തന്നെ താമസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാലും നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കി കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അപ്പോ യഹോവയായ ദൈവം പറഞ്ഞിട്ടാണ് അബ്രഹാം വിട്ടിറങ്ങിയത്.
ആ ദേശത്തേക്ക് വീണ്ടും നിന്റെ മകനെയും കൊണ്ട് ഇസഹാക്കിനെയും കൊണ്ട് ഞാൻ മടങ്ങി പോകണമെന്ന് 6-ാം വാക്യം. അബ്രഹാം അവനോട് പറഞ്ഞത്, എന്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ട് പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. അപ്പോ അബ്രഹാം പറഞ്ഞു, and Abraham said to him, beware thou not bring my son never again. അപ്പോൾ അങ്ങോട്ട് ഒരു കാരണവശാലും നീ എന്റെ മകനെ കൊണ്ടുപോകരുത്, ഞാനത് ആഗ്രഹിക്കുന്നില്ല. നമ്മളിവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, മനസ്സിലാക്കേണ്ടത് ചിന്തിക്കേണ്ട ഒരു കാര്യം. അബ്രഹാം മകന് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി ഇവിടുന്നല്ല, വേറൊരു ദേശത്തു നിന്ന്, അവരുടെ ചാർച്ചക്കാരുടെ നിന്ന്. എന്നാൽ അബ്രഹാം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല മകൻ തിരിച്ചും അവിടെ പോയി താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇത് ആത്മീയ അർത്ഥത്തിൽ നോക്കിയാൽ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മൾ വിട്ടിട്ട് പോകുന്ന രീതിയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് അവിടെ ചെന്ന് അവിടെയുള്ള ആളുകൾക്ക് മാറ്റം വരുത്താം, അവിടെയുള്ളവരെ നമ്മുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുത്താം, അതിന് കുഴപ്പമൊന്നുമില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുവൻ 1ാം ക്ലാസ് ഞാൻ വിട്ടിട്ട് പോകുന്നു, എനിക്കൊരു ദുഃഖമായെന്നും പ്രത്യേകിച്ച് 1ാം ക്ലാസ്സിൽ പോയി ഇരിക്കാറില്ല. ഇതുപോലെ അബ്രഹാം പറയുകയാണ്, എന്നെ കർത്താവ് വിടുവിച്ചു, ഞാൻ തളർന്നു കിടന്നവനായിരുന്നു, ഞാൻ ബന്ധനത്തിലായിരുന്നു, അതെല്ലാം വേണ്ടാന്ന് വെച്ചാൽ ഞാൻ വിട്ടുവെച്ച് പോകുന്നതാണ്. ഇനിയും എനിക്കൊരു തിരിച്ചുപോക്കില്ല, എന്റെ കുടുംബത്തിന് തിരിച്ചുപോക്കില്ല, അതില്ല. എന്നാൽ അവിടെയുള്ളവരെ ഞാൻ ആരാണ്, യഹോവ എന്നെ എന്തുമാത്രം അനുഗ്രഹിച്ചു എന്ന് മനസ്സിലാക്കുവാൻ അവരെ ഇങ്ങോട്ടൊന്ന് കൂട്ടിക്കൊണ്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹം. അതുകൊണ്ടാണ് പറയുന്നത്, അപ്പൊ എന്റെ മകനെ അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. I don't want him to go back there. കാരണം അവൻ ഇവിടെ നിന്ന് തിരിച്ച് അവിടേക്ക് പോയാൽ അവിടെ ഒരു കുഴപ്പമുണ്ട്. അവിടെ എല്ലാവരും ബിംബങ്ങളെ ആരാധിക്കുന്നവർ, അവർക്ക് എന്നെ വിളിച്ചിറക്കിയ സത്യ ദൈവവുമായിട്ട് അവർക്ക് ഒരു ബന്ധമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇതൊന്നും ഇപ്പൊ മനസ്സിലാക്കത്തില്ല, പിന്നെ മനസ്സിലാക്കത്തുള്ളൂ. കാരണം ഇവന് നമ്മുടെ ഇസഹാക്കിന്റെ അമ്മയായിരുന്ന റിബേക്കയല്ലേ, അതെ, റിബേക്കയ്ക്ക് ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ലാബാൻ. ഇസഹാക്കിന്റെ ഭാര്യയായിരുന്ന റിബേക്കയ്ക്ക് ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ലാബാൻ. ലാബാന്റെ മോളായിരുന്നു റേച്ചലിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് യാക്കോബ് കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ അവരുടെ കുടുംബ വിഗ്രഹവും എടുത്തുകൊണ്ടാണ് റാഹേൽ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുടുംബ വിഗ്രഹം കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലാബാൻ പുറകെ വന്നപ്പോൾ റാഹേൽ എന്ത് ചെയ്തു, കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങാൻ അവിടെ തന്നെ പറഞ്ഞു, എനിക്ക് സ്ത്രീകളുടെ പതിവായിട്ട് ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു. വിഗ്രഹം അവളുടെ കാലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചു. അപ്പോൾ യാക്കോബ് പറഞ്ഞു, കണ്ടോ, എന്നെ നീ വെറുതെ സംശയിച്ചു, അങ്ങൊരാളെ കിട്ടിയാൽ അയാൾ മരണപ്പെടുക തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവര് അന്ന് ഈ റാഹേലും റിബേക്കയും ഇവരെല്ലാവരും അന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. ഈ വിഗ്രഹത്തെ അവർ ആരാധിച്ചുകൊണ്ടിരുന്ന അവർ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു. അവിടെ നിന്നാണ് യഹോവയായ ദൈവം എലോഹീം അബ്രഹാമിനെ വിളിച്ചത്. അതുകൊണ്ട് അബ്രഹാം ഇനിയും തിരിച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, ഈ അബ്രഹാമിന്റെ ദൈവത്തെയോ ദൈവം വിളിച്ച കാര്യങ്ങളെയോ ഒരിക്കലും ഈ അബ്രഹാമിന്റെ വീട്ടുകാരും മനസ്സിലാക്കത്തില്ല. വീണ്ടും അബ്രഹാമും അബ്രഹാമിന്റെ വീട്ടുകാരും അബ്രഹാമിന്റെ ചാർച്ചക്കാരും അബ്രഹാമിന്റെ മകനും എല്ലാവരും ആരായി മാറും, വിഗ്രഹാരാധികളായി മാറും. ഇത് അബ്രഹാമിന് അറിയാവുന്നത് കൊണ്ടാണ് അബ്രഹാം പറഞ്ഞത്, ഒരു കാരണവശാലും എന്റെ മകനെ ഇനി വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകരുത്, അതിന് പകരം അവിടെയുള്ളൊരു കന്യക ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇവിടെ കൊണ്ടുവന്നാൽ ഞാൻ അവളെ പഠിപ്പിച്ചെടുത്തോളാം. എന്നിട്ട് 7-ാം വാക്യം, എന്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തിൽ നിന്നും ജന്മദേശത്തിൽ നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിൽ ദൈവമായ യഹോവ എന്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തന്റെ ദൂതനെ അയക്കും. എന്റെ പിതൃഭവനത്തിൽ നിന്നും, അതായത് 12-ാം അധ്യായം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ദേശത്തെയും വിട്ട് എന്നാ പറയുന്നത്. ആ വാക്യം തന്നെയാണ് അബ്രഹാം ഇവിടെ പറയുന്നത്, എന്റെ പിതൃഭവനത്തിൽ നിന്ന്. അവൻ ആദ്യം വിട്ടുപോകുന്നത് പിതാവിന്റെ ഭവനത്തിൽ നിന്ന്.
അപ്പന്റെ വീട്ടിൽ നിന്ന് വിട്ടുപോകുന്നത്, പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും, അബ്രഹാം ജനിച്ച ദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവൻ. അപ്പോ അബ്രഹാം ജനിച്ച മെസൊപ്പൊത്താമ്യയിൽ നിന്ന്, പിതൃഭവനമായിരുന്ന ഹാരാനിൽ നിന്ന്, തേരഹിന്റെ കുടുംബത്തിൽ നിന്ന് എന്നെ കൊണ്ടുവന്നവൻ. നമ്മളെയും കർത്താവ് ഇങ്ങനെയാ വിളിച്ചത്. നമ്മൾ ഓരോരുത്തരെ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനസാന്തരം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പെട്ടെന്ന് മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ ഉടനെ എല്ലാവരും ഈ പ്രത്യേകിച്ച് ശക്തരായ വിശ്വാസികൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളുള്ളൂ മാനസാന്തരത്തെ കുറിച്ച്. ഒന്ന്, പാപബോധം ഉണ്ടായിട്ട് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. രണ്ട്, സ്നാനപ്പെടുക. മാനസാന്തരപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് മാനസാന്തരമായില്ല. ശരിയാണ്, നീ കർത്താവായി യേശു രക്ഷിതാവായി ചെയ്തത് മാനസാന്തരപ്പെട്ടു. പക്ഷെ മാനസാന്തരപ്പെടുന്നവന്റെ സ്വഭാവത്തിന് മാറ്റമുണ്ട്, അവന്റെ ജീവിത രീതിക്ക് മാറ്റം ഉണ്ടാകും. അവൻ മാനസാന്തരപ്പെട്ടിട്ട് പിറ്റേ ദിവസം ഭാര്യയ്ക്കിട്ട് തല്ലുകയും തെറി പറയുകയും മറ്റുള്ളവന്റെ മതിൽ പോയി മാന്തുകയും ചെയ്യാൻ അവന് മാനസാന്തരമൊന്നും ഉണ്ടായിട്ടില്ല. അവൻ ഒരു വ്യത്യാസം അവന് വന്നിട്ടില്ല. അവൻ പഴയതിനേക്കാളും മോശമായി ഇപ്പോഴും. അതുകൊണ്ട് അങ്ങനെ ഒരു മാനസാന്തരം അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മനസ്സിനുണ്ടാകുന്ന ഒരു മാറ്റം. അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിന്റെ ദുഷ്ടപ്രവൃത്തികൾ ഉപേക്ഷിക്കുക. ദുഷ്ടനായിരിക്കുന്നവൻ ദുഷ്ടപ്രവൃത്തികൾ ഉപേക്ഷിക്കുന്നവൻ ആദ്യത്തെ മാനസാന്തരം. നമ്മൾ ഇവരെ കുറിച്ച് പഠിക്കുമ്പോൾ, ധനവാനെ കുറിച്ച്, ലാസറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ധനവാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് എന്നാൽ എന്റെ സഹോദരന്മാർ മാനസാന്തരപ്പെടും എന്ന് പറയുന്നു. അപ്പോൾ ധനവാന് മനസ്സിലായി, ഞാൻ നരകത്തിൽ വരാൻ കാരണം വേറൊന്നുമല്ല, ഞാൻ സിനഗോഗിൽ പോകുന്നവനായിരുന്നു, ഞാൻ പള്ളിയിൽ പോകുന്നവനായിരുന്നു, ദശാംശം കൊടുക്കുന്നവനായിരുന്നു, ഞാന് ഓരോ എന്നെ ഓരോ എക്സിബിഷൻ പരിപാടികളും വരുമ്പോൾ അതിന് മുമ്പിൽ മുത്തിക്കുടെ പിടിച്ചുകൊണ്ട് നടന്നവനായിരുന്നു. അതെല്ലാം കറക്റ്റാണ്. പക്ഷെ എനിക്ക് മാനസാന്തരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ധനവാൻ അവിടെ ചെന്നപ്പോൾ അവന് മനസ്സിലായി, അവന് മാനസാന്തരം. അതുകൊണ്ടാണ് അവൻ വിളിച്ചു പറയുന്നത്, മരിച്ചവരിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് എന്നാൽ അവർ മാനസാന്തരപ്പെടും. അപ്പോൾ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? അവൻ നശിച്ചു പോകും. അപ്പോൾ ചർച്ചിൽ പോയി എന്നുള്ളത് കൊണ്ടല്ല, നിനക്കൊരു മാനസാന്തരം ഉണ്ടാകണം, നിന്റെ മനസ്സിലൊരു മാറ്റം ഉണ്ടാകണം. അത് കർത്താവ് വ്യക്തമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, എന്റെ പിതൃഭവനം ജന്മദേശത്ത് നിന്ന് എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും. എന്താ അരുളി ചെയ്തത്? നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് സത്യം ചെയ്തു. അപ്പോൾ രണ്ട് കാര്യമാണ് ചെയ്തത്. ഒന്ന്, അരുളി ചെയ്തു. ഇങ്ങനെ പറയുന്നത്, which speak unto me and swear unto me, saying, unto your seed will I give this land, he shall send his angel before you. അപ്പോ ദൈവത്തെ കൊണ്ട് തന്നെ സത്യം ചെയ്തായിരുന്നു. നമ്മൾ 22-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, യാഗം കഴിക്കുവാൻ വേണ്ടി ചെന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്യും. I will bless you with blessings. അപ്പോ ഞാൻ നിന്നെ അനുഗ്രഹ സമ്പൂർണനാക്കും എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. അങ്ങനെ സത്യം ചെയ്തവൻ. രണ്ട്, ഈ കാണുന്ന കിഴക്കോട്ടും തെക്കോട്ടും വലതോട്ടും പടിഞ്ഞാറും എല്ലാം നോക്കി ഈ കാണുന്ന ദേശം മുഴുവൻ നിൽക്കുന്നതിന്റെ സന്ധികൾക്കും നിത്യ അവകാശമായി തരുമെന്ന് പറഞ്ഞവൻ. അങ്ങനെ ഒരുവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു പോകേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല. അവൻ എന്നെ തന്നെ ഇവിടെ ഉറപ്പിക്കും. അതാണ് അബ്രഹാമിന്റെ കോൺഫിഡൻസ്. അതുകൊണ്ടാണ് 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. നമ്മൾ പലപ്പോഴും വിശ്വസിക്കുമ്പോൾ പ്രവചനത്തിലാണ് വിശ്വസിക്കുന്നത്. പ്രവചനത്തിലല്ല വിശ്വസിക്കുന്നത്. പ്രവചനം തെറ്റാന്നല്ല, പ്രവചനം കറക്റ്റ് തന്നെ. പക്ഷേ നമ്മൾ വിശ്വസിക്കേണ്ടത് കർത്താവിലായിരിക്കണം. പ്രവചനത്തിലാണ് വിശ്വസിക്കുന്നത്, കുഴപ്പം വരും. പ്രവചനം നടന്നില്ലെങ്കിലുണ്ടല്ലോ നിന്റെ കാര്യം പോക്കാ. 17-ാം തീയതി നടക്കുമെന്ന് പറഞ്ഞതാ, 18-ാം തീയതി ആയി, 20-ാം തീയതി ആയി. ഇത് ഏത് 17-ാം തീയതി ആണോ എന്ന് ഇരിക്കുക. പക്ഷേങ്കിൽ നമ്മൾ കർത്താവിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഡേറ്റോ കാലങ്ങളോ നിനക്ക് വിഷയമല്ല. നിനക്ക് ഉറപ്പുണ്ട്, എന്റെ കോൺഫിഡൻസ് എവിടാണെന്ന് അറിയാം. ആൻഡ് യു വിൽ ബി ഏബിൾ ടു സ്റ്റാൻഡ് ഫോർ. നിനക്ക് ശക്തമായിട്ട് നിൽക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞു, എന്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്ത് നിന്നും എന്നെ കൊണ്ടുവന്നവന്. അപ്പം അബ്രഹാമിനെ വിളിച്ചിറക്കുമ്പോൾ നമ്മൾ ആ അധ്യായം നിർത്തുകയും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. 12-ാം അധ്യായം, യഹോവ അബ്രഹാമിനെ അരുളി ചെയ്തെന്ന, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പായിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഇവിടെ 3 കാര്യങ്ങളെ വിടാനാ പറഞ്ഞത്. ഒന്ന്, നിന്റെ ദേശം, നിന്റെ ചാർച്ചക്കാര്, നിന്റെ പിതൃഭവനം. ഈ 3 കാര്യങ്ങളെ വിട്ടുപോകാൻ പറഞ്ഞു. ഈ വിട്ടുപോയി കഴിഞ്ഞാൽ
നിനക്കൊരു പ്രത്യേകതയുണ്ട്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹത്തിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. വിട്ടുപോകും. 3 കാര്യങ്ങളാണ്. 1 ദേശം, 2 ചാർച്ചക്കാർ, 3 പിതൃഭവനം. ഈ 3 കാര്യങ്ങളെ വിട്ടു പോകുവാൻ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. അബ്രഹാം അത് വിട്ടു. അബ്രഹാം പോകുന്നു. അങ്ങനെ പോകുന്നതിന് ശേഷമാണ് ഇപ്പോൾ പറയുന്നത് 7-ാം വാക്യത്തിൽ, എന്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവന്, അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നതാണ്. നിന്റെ സന്തതിക്ക് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിന്റെ ദൈവമായ യഹോവ എന്റെ മകന് നീ ഒരു ഭാര്യ അവിടുന്ന് കൊണ്ടുവരാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തന്നെ ദൂതനെ അയക്കും. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഏലയാസറിനോട് അബ്രഹാം പറയുക, ഇത് നമ്മളൊന്ന് കണക്ട് ചെയ്ത് കാണുമ്പോൾ വലിയൊരു കാര്യമുണ്ട്. ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കും വഴി നിരത്തേണ്ടതിന്. നിങ്ങൾ അവരോട് മറുതലിക്കരുത്, അവനെ കോപിപ്പിക്കാൻ നിങ്ങൾ ഇടയാകരുത്, അവൻ നിങ്ങൾക്ക് മുമ്പ് വഴി ഒരുക്കും എന്ന് പറഞ്ഞു ദൂതനെ കുറിച്ച്. യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് യോഹന്നാൻ സ്നാപകൻ വന്നപ്പോൾ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പ് അയക്കും വഴിയൊരുക്കുവാൻ. നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമ്മളോട് ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിന് മുൻപിൽ കടന്നുപോയി വഴിയൊരുക്കുവാൻ അവൻ നിനക്കും എനിക്കും ഒരു ദൂതനെ ആക്കിയിട്ടുണ്ട്. നോ ഡൗട്ട്, ഗ്യാരണ്ടീഡ്, നോ ഡൗട്ട് ആണ്. കാരണം പത്രോസിനോട് പറഞ്ഞു, നീ ഇവിടെ പ്രസംഗിക്കണം, അവിടെ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പത്രോസിനെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടപ്പോൾ ദൈവത്തിന്റെ ഒരു ദൂതൻ എവിടെ ചെന്നു? കാരാഗ്രഹത്തിൽ ചെന്ന് അവന്റെ പൂട്ടനെ അഴിച്ച് അവനെ പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ നമ്മളോടൊരു കാര്യം, ഇവിടെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞതാണ്, ഈ ദേശം നിനക്ക് അവകാശമായി ഞാൻ തരും. 1. 2 പറഞ്ഞു, നിന്റെ സന്തതി കടൽക്കരയിലെ മണൽ പോലെയും നഷ്ടം വർദ്ധിക്കുമെന്ന് പറഞ്ഞതാ. ഇതും പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ 2 കാര്യം സംഭവിക്കും. അവൻ ഈ ദേശത്ത് തന്നെ താമസിക്കും. 2 അവന് കൊച്ചുമക്കളും ഉണ്ടാകും. ഇത് കൺഫേംഡ്. അതുകൊണ്ടാണ് ആ കോൺഫിഡൻസ് എന്തുകൊണ്ടാണ് അബ്രഹാം പറയുന്നത്, എന്നോട് സത്യം ചെയ്ത, എന്നോട് അരുളി ചെയ്ത സ്വർഗത്തിന്റെ ദൈവമായ യഹോവ എന്റെ മകന് നീ ഒരു ഭാര്യയെ കൊണ്ടുവരാൻ തക്കവണ്ണം നിനക്ക് മുൻപായി തന്റെ ദൂതനെ അയക്കും. അപ്പോ അബ്രഹാമിന്റെ ദാസനായിരുന്ന ഏലയാസർ പോകുമ്പോൾ ഏലയാസറിന്റെ മുൻപിൽ ആരെ അയക്കുന്നത്? ദൈവം ഒരു ദൂതനെ. ഇത് തന്നെയാണ് നമ്മൾ സോദോം ഗോമോറയെ നശിപ്പിക്കുവാൻ പോകുമ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ 2 ദൂതന്മാർ സോദോം ഗോമോറയിലേക്ക് പോയി. അവിടെയും ദൂതന്മാർ മുൻപിൽ പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ദൈവമക്കൾ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ നമ്മുടെ വാഹനത്തിന്റെ മുൻപിൽ ദൂതന്മാരുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഒരു കാര്യത്തിന് ജോലിക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മുടെ മുൻപിൽ ദൂതന്മാരുണ്ട്. അവനെ ദൈവം അയച്ചു കഴിഞ്ഞിരിക്കുക നമുക്ക് വേണ്ടി. നമുക്ക് ആ വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസത്തോടെ വേണം നമ്മൾ പോകാൻ. എനിക്ക് വേണ്ടി അവൻ പോയി വഴി ഒരുക്കും. അപ്പോ ഇവിടെ പോയി നീ ഒരു ഭാര്യ അവിടെ കൊണ്ടുവരുവാൻ തക്കവണ്ണം, അവിടെ പോയി കാണാനല്ല, കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തന്നെ ദൂതനെ അയക്കും. ഇപ്പോ ഈ ദൂതന്റെ പരിപാടി എന്നാന്ന് ഓർത്തോ? നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണുന്നുണ്ട് ഈ റിബേക്കയെ കണ്ടുപിടിച്ചത്. ഈ ദൂതന്റെ പരിപാടി എന്തുവാ? ദൂതന്റെ പരിപാടി അവിടെ ചെന്ന് റിബേക്കയെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഏലയാസർ അങ്ങോട്ട് പോകുന്നതിന് മുൻപ് തന്നെ ദൈവം ദൂതനോട് പറഞ്ഞിട്ടുണ്ട്, ദൂത ഇന്ന കാര്യങ്ങളാണ് നീ ചെയ്യേണ്ടത്. ദൈവം ഏലയാസറിന്റെ മനസ്സിൽ ഈ ദൂതനോട് ദൈവം കൊടുത്ത കമ്മ്യൂണിക്കേഷൻ അനുസരിച്ചുള്ള കാര്യം തന്നെയാണ് ഏലയാസറിന്റെ മനസ്സിലും പ്രവർത്തിക്കുന്നത്. ഇനി ഏലയാസർ പറയുവാൻ പോകുന്ന കാര്യങ്ങളും ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം ദൈവിക പദ്ധതി പ്രകാരമായിരിക്കും. അത് മറ്റൊന്നും കൊണ്ടുമല്ല. അത് ചെയ്യുവാൻ കാരണം ദൈവിക നിയോഗത്തിലാണ് ഏലയാസർ മുൻപോട്ട് പോകുന്നത്. അപ്പൊ നാം ഇവിടെ ചിന്തിക്കേണ്ട വലിയൊരു കാര്യമുണ്ട് കേട്ടോ. ഈ അധ്യായത്തിൽ ഏലയാസർ ആയിരുന്നു ഈ ദാസൻ അല്ലെങ്കിൽ കാര്യസ്ഥൻ എന്ന് എന്തുകൊണ്ട് എഴുതാത്തെന്നറിയാമോ? ഏലയാസറിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ മിഷൻ. ദൈവത്തിന്റെ മുൻപിൽ ഈ മിഷനാണ് പ്രാധാന്യം, അയക്കപ്പെട്ടവരല്ല. അയക്കപ്പെട്ടവനാണ് പ്രാധാന്യമെങ്കിൽ മിഷനേക്കാളും കൂടുതൽ അയക്കപ്പെട്ടവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്.
ഏറ്റവും വിശ്വസമായ ഏലിയാസർ, ഇങ്ങനെയുള്ള ഏലിയാസർ, അങ്ങനെയുള്ള ഏലിയാസർ. ഏലിയാസർ ചെയ്തത് എന്തുവാ? ഏലിയാസറിനെ പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നതിന് നോ, ഇവിടെ ഏലിയാസർ അല്ല കാര്യം, ദൈവത്തിന് ഇവിടെ മിഷനാണ് കാര്യം. ആ മിഷൻ റിബേക്കയെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെ മിഷൻ കാര്യമായതുകൊണ്ട് മിഷനാണ് ഇവിടെ എംഫസിസ്, ഏലിയാസറിനല്ല. 8-ാം വാക്യം, എന്നാൽ സ്ത്രീക്ക് നിന്നോട് കൂടി വരുവാൻ മനസ്സില്ല എങ്കിൽ നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും, എന്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടു പോകുക മാത്രം അരുത്. 8-ാം വാക്യത്തിൽ. അപ്പോ നീ ഒരു സഹോദരിയെ കണ്ടു, പെങ്കൊച്ചിനെ കണ്ടു, നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടു, അവൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, അവൾ വരുന്നില്ല എങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? നിനക്ക് ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം, പക്ഷെ ഒരു കാര്യം ചെയ്യണം, എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. ഈ അബ്രഹാമിന്റെ ആ തീരുമാനം ഒന്ന് നോക്കിക്കേ. എടാ, നമ്മൾ വിട്ട് വേണ്ടാന്ന് വെച്ചൊരു കാര്യത്തെ പിന്നെ നീ പോയി ചെകയരുത്. നായ തന്റെ ഛർദിയിലേക്ക് തിരിയുന്നത് പോലെ എന്ന് പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം, സ്ത്രീ നമ്മളോട് വരുന്നില്ലെങ്കിൽ നിനക്ക് സത്യത്തിൽ ഒഴിഞ്ഞിരിക്കും, പക്ഷേ ഒരു കാരണവശാലും ഇസഹാക്കിനെ നീ അങ്ങോട്ട് കൊണ്ടുപോകും. ഇസഹാക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസഹാക്കിന് മറ്റൊരു വിശ്വാസത്തെ കുറിച്ചും അറിയത്തില്ല. ഇസഹാക്കിന് ആകെ അറിയാവുന്നത് അബ്രഹാമിനെ കുറിച്ചും അബ്രഹാമിനുള്ള വിശ്വാസത്തെ കുറിച്ചും. ഇസഹാക്ക് ഇതുവരെയും കണ്ടിട്ടുള്ളത് അപ്പൻ സേവിച്ച് നിൽക്കുന്ന ഒരു ദൈവത്തെ ഇസഹാക്ക് കണ്ടിട്ടുള്ളൂ. യാഗം കഴിക്കുവാൻ പിടിച്ചപ്പോഴും അവൻ കടന്നു കൊടുത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? അപ്പൻ സേവിച്ചു നിൽക്കുന്ന ഒരു ദൈവത്തെയും ദൈവത്തിന്റെ മഹത്വത്തെയും അവൻ കണ്ടതുകൊണ്ട്. അബ്രഹാം അവനെ വളർത്തിക്കൊണ്ടുവന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തുവായിരുന്നു? അബ്രഹാം വളർത്തിക്കൊണ്ടുവന്നിരുന്നത് അബ്രഹാമിന്റെ ഓമന പുത്രനായിട്ട് ദൈവത്തെ മനസ്സിലാക്കുന്നതിനായിട്ട് വളർത്തിക്കൊണ്ടുവന്നു. ഇനി അബ്രഹാം ആഗ്രഹിക്കുന്നില്ല അവൻ മറ്റൊരു കാര്യം ടേസ്റ്റ് ചെയ്യുവാൻ വേണ്ടി. അവന് പ്യൂറായിട്ട് തന്നെ നിൽക്കണമെന്ന് അബ്രഹാം ആഗ്രഹിക്കുന്നു. അപ്പോൾ 9-ാം വാക്യം, അപ്പോൾ ദാസൻ തന്റെ യജമാനായ അബ്രഹാമിന്റെ തുടയിൻ കീഴിൽ കൈവച്ച് അവനോട് സത്യം ചെയ്തു. കണ്ടോ? അപ്പോൾ അടുത്ത കാര്യം ചെയ്തത് അബ്രഹാം ദാസൻ ചെയ്തതാണ്. ഇത് കഴിഞ്ഞ ഉടനെ ഇത്രയും അവർക്ക് കോൺവെർസേഷൻ ഉണ്ടായി കഴിഞ്ഞ ഉടനെ അബ്രഹാമിന് തുടയിൻ കീഴിൽ കൈവച്ചു, അവൻ സത്യം ചെയ്തു, ഞാൻ അവിടെ പോകാം, ഞാൻ അവിടെ നോക്കാം, ഞാൻ അവിടെ കണ്ടുപിടിക്കാം, ഞാൻ കൊണ്ടുവരാം. നമ്മൾ 10-ാം വാക്യം കൂടെ നോക്കിയിട്ട് ഇന്ന് നിർത്തുകയാണെന്ന് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അടുത്ത ആഴ്ച നമുക്കിത് കുറച്ച് നോക്കാനുണ്ട്. നമുക്ക് 1-2 വാക്യം കൂടെ നമുക്ക് നോക്കാം. 10-ാം വാക്യം, ആ ദാസൻ തന്റെ യജമാനന്റെ ഒട്ടകങ്ങളിൽ 10 ഒട്ടകങ്ങളെയും യജമാനുള്ള വിവിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ട് മെസപ്പൊത്തോമിയയിൽ നാഹോരിന്റെ പട്ടണത്തിൽ ചെന്നു. കേട്ടോ? ഇത് തന്നെയാണ് നമ്മുടെ സ്തേഫാനോസ് വിളിച്ചു പറഞ്ഞത്. നമ്മുടെ പൂർവ്വപിതാവായിരുന്ന അബ്രഹാം മെസപ്പൊത്തോമിയയിൽ ഇരിക്കുമ്പോൾ തേജോമനായ ദൈവം പ്രത്യക്ഷനായി എന്ന് പറയുന്നു. ഇവരെല്ലാം താമസിച്ചുകൊണ്ടിരുന്നത് മെസപ്പൊത്തോമിയയിലാണ്. മെസപ്പൊത്തോമിയ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 11-ാം അധ്യായം അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് തേരഹ് പോകുന്നത്. തേരഹ് പോകുന്നത് മെസപ്പൊത്തോമിയയിൽ നിന്നും ഊരിൽ നിന്നും ഇങ്ങനെ പുള്ളി ഹാരാൻ വരെ വന്നു. പക്ഷേ അബ്രഹാമിന്റെ അപ്പനായിരുന്ന തേരഹ് മെസപ്പൊത്തോമിയയിൽ യാത്ര ചെയ്തു എങ്കിലും അബ്രഹാമിന്റെ അപ്പന്റെ സഹോദരന്മാരും മറ്റുള്ളവരൊക്കെയും എവിടെയായിരുന്നു അറിയാമോ? മറ്റുള്ളവരെല്ലാം മെസപ്പൊത്തോമിയയിൽ തന്നെ താമസം. അവർ മാറിയില്ല. തേരഹ് യാത്ര തുടങ്ങിയപ്പോൾ തേരഹിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നവനായിരുന്നു അബ്രഹാം. വേറെ ആരും അബ്രഹാമിന് തേരഹിന്റെ കൂടെ ഇറങ്ങി വന്നിട്ടില്ല കൂടുതൽ. എന്നാൽ ഇവിടെ വന്നപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. തിരിച്ച് മകനെ നോക്കുവാൻ വിടുമ്പോ മെസപ്പൊത്തോമിയക്കാണ് വിടുന്നത്. കാരണം ഇവര് കുടുംബമായി താമസിക്കുന്ന സ്ഥലം മെസപ്പൊത്തോമിയ, ഇവരുടെ കുടുംബ നാട് മെസപ്പൊത്തോമിയ, ഇവരുടെ തറവാട് മെസപ്പൊത്തോമിയ. അപ്പോൾ മെസപ്പൊത്തോമിയയിലേക്ക് പോയി. അങ്ങനെ അനന്തരം ആ ദാസൻ തന്റെ യജമാനന്റെ ഒട്ടകങ്ങളിൽ 10 ഒട്ടകങ്ങളെ ആരെ കൊണ്ടുവരാൻ പോവുക? ഇസഹാക്കിന് പെങ്കൊച്ചിനെ തപ്പാൻ പോവുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻഗേജ്മെന്റിന് പോവുക പുള്ളി. പെണ്ണിനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. പെണ്ണുണ്ടോന്നറിയാമോ? ഇല്ല. കിട്ടുമോന്നറിയാമോ? ഇല്ല. പക്ഷെ എന്തൊക്കെയാ കൊണ്ടുപോകുന്നേ? 10 ഒട്ടകങ്ങൾ. ചുമ്മാ ഈ ഒട്ടകങ്ങളെ കൊണ്ട് പോകണം? ചുമ്മാ ഒട്ടുമായിട്ട് പോവാണോ? അത് മനസ്സിലാക്കണം. 10 ഒട്ടകങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 10 ഒട്ടകത്തിനും ഓരോരുത്തരെ വെച്ച് കൂടെ വേണം, ഓരോ ദാസന്മാർ. ഈ ദാസന്മാരെയും
ഒട്ടകപ്പുറത്ത് കയറ്റി, ഒട്ടകത്തിന്റെ മേളിൽ ഇഷ്ടം പോലെ സാധനവും കയറ്റി അദ്ദേഹം പോവുക. ഒരു ധനവാന്റെ മകന്റെ വിവാഹത്തിന് പെണ്ണെടുക്കാൻ പോവുക. അപ്പൊ അങ്ങനെ പോകുമ്പോൾ യജമാനന്റെ വിവിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ട് മെസപ്പൊത്തോമിയയിൽ നാഹോരിന്റെ പട്ടണത്തിൽ ചെന്ന്. ഈ നാഹോർ ആരായിരുന്നു? അബ്രഹാമിന്റെ സഹോദരൻ നാഹോർ. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറ്റിനരികെ നിർത്തി. പറഞ്ഞത് എന്തെന്നാൽ, വൈകുന്നേരമായി, സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്ന സമയമായി, രാത്രിയിലെ ആവശ്യങ്ങൾക്ക് വെള്ളം കോരാൻ വരുന്ന സമയമായപ്പോൾ അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് കിണറ്റിനരികെ നിർത്തി. അപ്പം അന്നത്തെ കാലത്ത് ഈ ആളുകൾ വരുമ്പോൾ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഈ സുവിശേഷകർ ചെയ്തുകൊണ്ടിരുന്നപ്പം ടിബറ്റിയൻ വില്ലേജുകളിലേക്കും ഹിമാലയത്തിലൊക്കെ നമ്മൾ ട്രക്കിങ്ങിന് പോകും, ഈ ബൈബിളൊക്കെ ആയിട്ട്. അന്നത്തെ 10-20 വർഷം മുമ്പുള്ള കാര്യം പറയുന്നത്. അന്ന് നിങ്ങൾ പോകുമ്പോൾ എല്ലായിടത്തും കിണറില്ല. ചില സ്ഥലത്ത് അവർ താമസിക്കുന്ന സ്ഥലവും കൃഷി സ്ഥലവും തമ്മിൽ 2-3 മണിക്കൂർ നടന്നാലേ ചെല്ലത്തുള്ളൂ. കാരണം ഇവര് താമസിക്കുന്നത് ഇങ്ങനെ നേരെ കയറിക്കുന്ന മലയുടെ മണ്ടയിലാണ്. പക്ഷെ കൃഷി സ്ഥലം താഴെയാണ്. അപ്പൊ താഴെയാണ് വെള്ളമുള്ളത്. അവിടുന്ന് ആളുകൾ 1 മണിക്കൂറൊക്കെ നടന്നു വന്ന് 3 ബക്കറ്റ് വെള്ളമൊക്കെ ഇങ്ങനെ പുറത്ത് തൂക്കിയിട്ടിട്ട് നടന്ന് കയറുക. നമ്മൾ ഓർക്കും, എന്റെ കർത്താവ് ഇത് എങ്ങനെ കൊണ്ട് എത്തിക്കുമെന്ന് ഓർക്കും. ആളുകൾ പോവുക. അങ്ങനൊരു സമയം അത്. അപ്പം ഇവിടെയും കാണുന്നത്, ഇവിടെ വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്ന സമയത്ത്, അപ്പം അന്നത്തെ കാലത്ത് വെള്ളം കോരാൻ വരുന്ന ആരാണ്? സ്ത്രീകൾ. അവരെവിടെ വരുന്നത്? പട്ടണത്തിന് പുറത്ത് ഒരു കിണറുണ്ട്. ആ കിണറിന്റെ അരികെ വരിക. ഇത് നമ്മൾ മോശയുടെ സമയത്തും കാണുന്നുണ്ട്. മോശയുടെ സമയത്ത് നമ്മുടെ സിപ്പോറ അവിടെ ചെന്നപ്പോൾ ആട്ടിടയന്മാരെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവരെ ഓടിച്ചു വരിട്ട് സിപ്പോറെ ഹെൽപ്പ് ചെയ്ത ഒരു മോശയെ നമ്മൾ കാണുന്നു. ഇവിടെ കാണുന്നു, വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന്റെ പുറത്തുള്ള കിണറ്റിനരികെ നിർത്തി. പുള്ളി ഒരു അടയാളം നോക്കി നിൽക്കുകയാണ്. അപ്പം നാഹോരിന്റെ പട്ടണമായ മെസപ്പൊത്തോമിയയിൽ പുള്ളി എത്തിയതിനു ശേഷം പട്ടണത്തിന് പുറത്ത്, പട്ടണത്തിനകത്തല്ല ആളുകൾ താമസിക്കുന്നത് പട്ടണത്തിന് പുറത്താണ്. എന്നിട്ട് ആളുകൾ പട്ടണത്തിലേക്ക് കച്ചവടത്തിനും സാധനങ്ങൾ മേടിക്കാനും പ്രശ്നങ്ങൾ ദൂരീകരിക്കാനും ഒക്കെ പട്ടണത്തിലേക്ക് വരുന്നത്. ഇത് പട്ടണത്തിന് പുറത്താണ് താമസിക്കുന്നത്. പട്ടണത്തിന് പുറത്ത് താമസിക്കുന്നത് പട്ടണത്തിന് പുറത്താണുള്ള കിണറിനടുത്താണ്. അപ്പം അവിടെ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറിനരികെ നിർത്തി പറഞ്ഞത് എന്തെന്നാൽ, 12-ാം വാക്യം വായിച്ചിട്ട് നമ്മളിവിടെ നിർത്തുക. എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവേ, എന്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ. അപ്പോ ഇവിടെ നാം കാണുന്നൊരു കാര്യം, 12-ാം വാക്യം, എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവേ, എന്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണം. ഇവിടെ അവൻ പറഞ്ഞില്ല എന്റെ ദൈവമായ യഹോവേ എന്നല്ല പറഞ്ഞത്. അവൻ എന്താ പറഞ്ഞത്? എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവേ, എന്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ. ഒന്ന് ഓർത്തു നോക്കിയേ, യഹോവയായ ദൈവം മോശയോട് സംസാരിക്കുമ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാകും. അവിടെ പറയുമ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമാണെന്നാണ് പറയുന്നത്. അവൻ അബ്രഹാമിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ അവൻ ഇഷ്ടപ്പെട്ടു, അവൻ സന്തോഷിച്ചു എന്ന്. ഇവിടെ ഏലിയാസർ പറഞ്ഞതാണ് എന്റെ യജമാനന്റെ അബ്രഹാമിന്റെ ദൈവമായ യഹോവേ. അപ്പം ഈ ദൈവത്തെ, തേജോമനായ ദൈവത്തെ, ആരും കണ്ടിട്ടില്ലാത്ത ദൈവത്തെ, ആരും കേട്ടിട്ടില്ലാത്ത ദൈവത്തെ അബ്രഹാമിന് വെളിപ്പെട്ടു. അബ്രഹാം ഇവരോട് പറഞ്ഞു കൊടുത്തതനുസരിച്ചാണ് ഇവർക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ഇവര് ദൈവത്തെ കാണുന്നത് ഇവരുടെ ദൈവത്തെക്കാളും കൂടുതൽ ഇവർ കാണുന്നത് എങ്ങനെ കാണുന്നത് അറിയാമോ? അബ്രഹാമിന്റെ ദൈവമായ യഹോവേ. അബ്രഹാം പറഞ്ഞു തന്ന ദൈവമേ, അപ്പൊ അബ്രഹാം കാണിച്ചു തന്ന ദൈവമേ. അപ്പോൾ ഇവരെ ദൈവത്തെ കാണുമ്പോഴും ദൈവത്തോട് ഇവർക്ക് നേരിട്ട് സംസാരിക്കാനുള്ള കപ്പാസിറ്റി കുറവാണ്. ദൈവം അബ്രഹാമിന്റെ അടുത്ത് പലപ്പോഴും വന്നു പോയിട്ടുണ്ട്, വേറെ ആരോട് സംസാരിക്കുന്നത് ഇവർ കണ്ടിട്ടില്ല. പക്ഷെ ഇവര് കണ്ടിട്ടുണ്ട്, അബ്രഹാമും ദൈവവും തമ്മിൽ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഓർത്തു നോക്കിക്കേ ആ ബന്ധം എന്താണെന്ന്. ഇന്നത്തെ കാലത്ത് കർത്താവ് ആഗ്രഹിക്കുകയാണ്,
കർത്താവ് പറയുക ഇറങ്ങി വന്നിട്ട് പറയുകയാണ്. ഓർത്ത് നോക്കണേ, ഒന്ന് ഓർത്ത് നോക്കണേ. ചാണ്ടിയുടെയും തൊമ്മന്റെയും ദൈവമായ യഹോവയാണ് ഞാൻ എന്ന് ഒന്ന് പറയുകയാണെങ്കിലോ, നിങ്ങൾ നിങ്ങളുടെ പേരെന്ന് എടുത്ത് പറഞ്ഞു നോക്കിക്കേ. കർത്താവ് ഇറങ്ങി വന്നിട്ട് പറയുക ഞാൻ മനശ്ശയുടെ ദൈവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അവൻ എന്തുമാത്രം അവൻ അബ്രഹാമിനെ സ്നേഹിച്ചിരുന്നു. നമുക്ക് അങ്ങനൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ എന്ത് നല്ലതായിരിക്കും കർത്താവുമായിട്ട്, എന്ത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഏലിയാസ് പറഞ്ഞതാണ് എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവ, എന്റെ യജമാനായ അബ്രഹാമിനെ ഇവര് വിളിക്കുന്ന എന്തുവാന്നാ വിളിക്കുന്നേ? യജമാനൻ. എന്നിട്ട് പറയാണ് അബ്രഹാമിന്റെ ദൈവമാണ് നീ. അങ്ങനെയുള്ള ദൈവമേ, എന്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്യണമേ. ഇന്ന് തന്നെ നീ താമസിക്കരുത്, ഇന്ന് തന്നെ ഈ കാര്യം സാധിപ്പിച്ചു തരണമേ. ഇന്ന് തന്നെ. നമുക്ക് ഇന്നിവിടെ നിർത്താമെന്ന് പറഞ്ഞതിന് കാരണം ഇനിയും നമ്മൾ അങ്ങോട്ട് നോക്കാൻ പോകുന്നത് ഒരു കുറച്ചും കൂടെ സ്പിരിച്വൽ ആയിട്ട് രീതികളിലേക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഇതുവരെ ഞാൻ പറഞ്ഞത് ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഓർത്തു അതിവിടെ വരെ നമ്മൾ നിർത്താമെന്ന് ഓർത്തു. അതുകൊണ്ടാണ്. അപ്പം ഈ എലിയാസറിന് സത്യത്തിൽ ഈ ഇസ്ഹാക്കിന് വേണ്ടി അന്വേഷിക്കാൻ പോകേണ്ട ആവശ്യം എലിയാസറിന് ഇല്ല. എന്നാൽ വിശ്വസ്തനായ ഒരു ദാസനാണ് എലിയാസർ. വിശ്വസ്തനായതുകൊണ്ടാണ് അബ്രഹാം എലിയാസറിനെ പറഞ്ഞു വിടുന്നത്, അല്ലെങ്കിൽ എലിയാസറിനെ പറഞ്ഞു വിടത്തില്ല. അത് മാത്രമല്ല, എലിയാസർ വിശ്വസ്തയോടെ ചെയ്തത് കൊണ്ട് സ്വന്തം ബുദ്ധിയിലല്ല എലിയാസർ ചെയ്തത്. എലിയാസർ ചെയ്തത് അവന്റെ ഓരോ സ്റ്റെപ്പിലും അവൻ ദൈവത്തോട് ചോദിച്ചുകൊണ്ട്, ഓരോ സ്റ്റെപ്പിലും. അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നോട് സംസാരിച്ച, എന്നോട് വാഗ്ദത്തം ചെയ്ത എന്റെ ദൈവം നിനക്കൊരു പെൺകുട്ടിയെ തന്നുവിടുവാൻ വേണ്ടി ദൂതനെ മുൻപിൽ അയക്കും. അപ്പോൾ യഹോവയുടെ ദൂതൻ മുൻപിൽ പോയി. പോകുന്ന വഴിക്ക് ഏലിയാസർ പറയുന്നത് വരുന്ന കൊച്ചു കൊള്ളാവല്ലോ, ഇത് കൊള്ളാവല്ലോ എന്നൊരു അഡ്വർടൈസ്മെന്റ് കൊടുത്തേക്കാം. അവിടെ ചെന്നിട്ട് അതെ എന്റെ യജമാനൻ ഭയങ്കര കാശുകാരനാ, പുള്ളിക്ക് ഒരു മോനുണ്ട്, ഒരു പെങ്കൊച്ചിനെ വേണം എന്ന് പറയുവാനല്ല നിന്നത്. അവിടെയും ഏലിയാസർ ചെയ്ത ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവമേ നിന്റെ ദാസനായ അബ്രഹാമിനോട് കൃപ തോന്നി, ഇന്ന് തന്നെ നീയെ ഒരു പെൺകുട്ടിയെ തരണമേ. കണ്ടോ, അവന്റെ പ്രാർത്ഥനയെ ഓർത്തു നോക്കിക്കേ. ഇവൻ അബ്രഹാമിൽ നിന്ന് പഠിച്ചതാണ്, അബ്രഹാമിൽ നിന്ന് കേട്ട കാര്യങ്ങളാണ്. അതാണ് ഏലിയാസർ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് അവന്റെ ഹൃദയത്തെ മനസ്സിലാക്കി ഹൃദയപ്രകാരം പ്രവർത്തിക്കുവാൻ തക്കതായ ഒരു കൂട്ടനെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക, തക്കതായ ഒരു കൂട്ടനെ. ഏലിയാസർ പരിശുദ്ധാത്മാവിന് മാതൃകയായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ. പരിശുദ്ധാത്മാവിന് ഇസ്ഹാക്കിനെ കർത്താവായ യേശുവുമായിട്ട് ബന്ധപ്പെടുത്തി, റിബേക്കയെ സഭയുമായിട്ട് ബന്ധപ്പെടുത്തി, അബ്രഹാമിനെ പിതാവായ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തി ആണ് സത്യത്തിൽ ഇത് സംസാരിക്കാറുള്ളത്. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത, പരിശുദ്ധാത്മാവ് ഒന്നും സ്വന്തം മഹത്വത്തിനായിട്ട് ചെയ്യുന്നില്ല. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും കർത്താവായ യേശുവിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യുന്നത്. അവൻ പഠിപ്പിക്കുന്നതും യേശുവിനെ കുറിച്ചാണ്. നമ്മൾ ഇത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. ഈ ആഴ്ച നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നമ്മൾ 1 മണിക്കൂറാണ് സമയം വെച്ചിരിക്കുന്നത്, നമുക്ക് 1 മണിക്കൂർ സമയമായി. അതുകൊണ്ട് ഇനി സമയം മുമ്പോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് 6 കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഇന്ന് കൂടി വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇത്രയും നേരം അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചു, അനുഗ്രഹിച്ചു. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. അപ്പാ, ഇന്ന് ഞങ്ങൾ ഇരുന്ന ഈ സമയം അങ്ങ് ഞങ്ങളോട് നല്ല കൃപകളാൽ സംസാരിച്ചുവല്ലോ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, അവൻ എന്റെ ദൈവം, അവൻ ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. He is the Alpha, the Omega, the beginning and the end. കർത്താവെ, അങ്ങ് ഞങ്ങളെ നടത്തുന്ന, നയിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, ഭാരപ്പെട്ടിരിക്കുന്നവരുടെ ഭാരപ്രയാസങ്ങൾ മാറട്ടെ, ദുഃഖിച്ചിരിക്കുന്നവരുടെ ദുഃഖം മാറട്ടെ, സന്തോഷ സമാധാനത്താലും വ്യക്തികളെ നിറച്ചാട്ടെ, കൃപകളാൽ പൊതിയണം, അങ്ങ് രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.